മോളെ എന്താ നീ എന്താ ഇവിടെ വന്ന് തനിച്ചിരിക്കുന്നത്? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണല്ലോ. എന്തു പറ്റി നിനക്ക്? നീ അജയനെ വിളിച്ചോ? എന്തായാലും കാര്യം പറ, നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. ഞാൻ അച്ഛനോട് പലതവണ പറഞ്ഞതല്ലേ അവർ ആശുപത്രിയിൽ കയറി ഇറങ്ങുന്ന കാര്യം. അപ്പോഴൊക്കെ അച്ഛൻ പറഞ്ഞത് ഒക്കെ എന്റെ തോന്നലാവുന്നാണ്. തോന്നലാവെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്. നോക്ക്, അജയന്റെ കാര്യത്തിൽ നിനക്കവനെ വേണ്ടാന്ന് നീ തീരുമാനിച്ചതാണ്. നിന്റെ താല്പര്യത്തിനെതിരായി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. വേണ്ട എന്ന് തീരുമാനിച്ച പിന്നെ അതിന്റെ പിന്നാലെ കൂടി സ്വന്തം സമാധാനം ഇല്ലാതാക്കുന്ന എന്തിന്? അതൊക്കെ കഴിഞ്ഞതാണല്ലോ. എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? ഞാനിന്ന് ശങ്കുണ്ണിയേട്ടനെ മാർക്കറ്റിൽ പോകും വഴി കണ്ടിരുന്നു. അപ്പോഴറിഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാ കാര്യങ്ങളെന്ന്. ആ മഹേശ്വരി അമ്മയും ഭാനുമതി അമ്മയും കൂടി ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിച്ച കഥയൊക്കെ അയാൾ എന്നോട് പറഞ്ഞു. അവരാരെ വേണമെങ്കിലും വിളിച്ചോട്ടെ, സൽക്കരിച്ചോട്ടെ. അതൊന്നും നിന്റെ വിഷയമല്ലല്ലോ. അവരതൊക്കെ ചെയ്യുന്നത് അജയൻ അറിയുന്നില്ല അച്ഛ. അതിന്റെയൊക്കെ പിന്നിൽ എന്തോ ചതിയുണ്ട്. അവരവരുടെ മോനെ ചതിക്കുകയോ ചുട്ടു തിന്നിയോ എന്താന്ന് വെച്ച ചെയ്യട്ടെ, നിനക്കെന്താ? അതോ അജയന്റെ കാര്യത്തിൽ നിനക്ക് വീണ്ടും വിചാരം വല്ലതും ഉണ്ടായോ ഇപ്പോ? എങ്കിലും അത് പറയാനോട്. നോ, അക്കാര്യത്തിൽ നന്ദയ്ക്ക് ഒരു തീരുമാനമേ ഉള്ളൂ. അപ് ടു ദിസ് മൊമെന്റ് അതിലൊരു മാറ്റവും ഇല്ല. എങ്കിൽ പറ, പിന്നെ എന്തിനാണ് അവരുടെ കാര്യത്തിൽ നീ ഇത്രയ്ക്ക് ബേജാറാവുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് നീ ശരിക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്തിന്? എന്നോട് 2 വാക്ക് മനസ്സ് തുറന്ന് മിണ്ടിയിട്ടില്ല. ഇങ്ങനെ ചിന്തിച്ച് ആദ്യ കയറ്റി സ്വന്തം സമാധാനം അതിന്റെ പേര് ഇല്ലാതാക്കുന്നത് എന്തിനാ? എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛൻ വലിയ അധികാരവും പൊളിറ്റിക്കൽ ബന്ധമുള്ള ആളല്ലേ. ഏത് ആശുപത്രി ഏത് വാർഡാണെന്ന് വരെ ഞാൻ പറഞ്ഞു തന്നു. ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് അവിടെ ഒന്ന് റെയ്ഡ് ചെയ്യിപ്പിച്ചാൽ എന്തായിരുന്നു? സോറി, നീ പറയുന്നത് പോലെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല മോളെ. അവരൊക്കെ നമ്മൾ കരുതുന്നതിലും വലിയ അധികാരം കയ്യിലുള്ളവരാ. ആ വിഷയം നീ വരും. നമുക്ക് പുതിയ ബന്ധം എന്തെങ്കിലും. ഒരിക്കലും വിടില്ല, ഒരിക്കലും. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല അജയിന്റെ ആ അമ്മമാർ അടിച്ചിറക്കി വിട്ടതേ എന്നെ. ആ വീട്ടിൽ നിന്ന് പകരം അവരെ അടിച്ചിറക്കുന്നത് വരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അവർ തോറ്റു കാണണം, എന്നാലേ എന്റെ ഉള്ളിലെ തീ അണയൂ. അതിനുള്ള എന്ത് വഴിയും ഞാൻ കണ്ടെത്തും. അവരുടെ കള്ളക്കളികൾ മുഴുവൻ ഞാൻ പൊളിക്കും. ഞാനായിരുന്നു ശരിയെന്ന് അജയന്റെ മുന്നിൽ ഞാൻ തെളിയിക്കും. അത് വാക്കാ, ഈ അളകനന്ദയുടെ വാക്ക്. ഹലോ. ഹലോ, ഇത് അളകനന്ദയല്ലേ? അതെ, ആരാണ്? ഞാൻ ആരാണെന്നുള്ളത് പ്രധാനമല്ല. മറ്റൊരു പ്രധാന കാര്യം അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. എന്ത് കാര്യം? നിങ്ങൾ ആരാ? അത് പറയൂ ആദ്യം. അത് പറയാൻ ഉദ്ദേശമില്ല. ഇതൊരു നെറ്റ് കോൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഐഡന്റിറ്റി മനസ്സിലാകില്ല. എൻ്റെ ഉദ്ദേശം നിങ്ങളെ സഹായിക്കലാണ്. ഇനി പറയൂ, ഷാൽ ഐ കണ്ടിന്യൂ ഓർ ഹാങ് അപ്പ്? കണ്ടിന്യൂ. ഓക്കെ, വെരി ഗുഡ്. ഇന്ത്യവരത്തിൽ നിങ്ങൾക്ക് പകരക്കാരെ ഒരുക്കാൻ അണിയറ നീക്കങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു കുഞ്ഞിനെ നേടാൻ കോടികൾ ഇറക്കുകയാണ് അവിടുത്തെ സ്ത്രീകൾ. നോ, ഒരിക്കലും അജയൻ അതിന് കൂട്ടു നിൽക്കില്ലെന്ന് എനിക്കറിയാം. 10 വർഷം അവന്റെ കൂടെ കഴിഞ്ഞവളാ ഞാൻ. ഐ നോ ഹിം വെരി വെൽ. അതിന് അജയന്റെ സഹായം ആർക്ക് വേണം? അളകനന്ദയ്ക്ക് ആ ചൗധരി അമ്മയെയും മഹേശ്വരിയെയും ശരിക്കും അറിയാഞ്ഞിട്ടാണ്. മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ഇനങ്ങളാണ് രണ്ടും. അത് കറക്റ്റ്. പക്ഷേ അവരെപ്പറ്റി ഇത്ര കൃത്യമായി പറയാൻ നിങ്ങൾ ആരാണ്? ശബ്ദം എവിടെയോ ഒരു പരിചയം തോന്നുന്നുണ്ടല്ലോ. സോറി, ഐ ടോൾഡ് യു ഓൾറെഡി. ഞാൻ ആരാണെന്ന് അന്വേഷിക്കുന്നതിന് പകരം ഞാൻ പറഞ്ഞതെന്താണെന്ന് അന്വേഷിക്കൂ. അതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ബൈ.
മാതാവേ, നീ എന്നോട് പൊറുക്കണം. എന്റെ മോൾക്ക് തുല്യായ ഒരു പെൺകുട്ടിയോടുള്ള അനീതി കണ്ടു നിൽക്കാൻ വയ്യാത്തതുകൊണ്ടാ ആ പാവം വിസ്മയ്ക്ക് വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അളകനന്ദ അറിഞ്ഞാൽ അജയ് ഘോഷ് അറിയും. അങ്ങനെ വേണം അവരുടെ പദ്ധതി പാളി വിസ്മയ രക്ഷപ്പെടാൻ. സതുദ്ദേശത്തോടെയുള്ള എന്റെ ഈ കള്ളത്തരത്തിന് മാപ്പ്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് കാത്തു നിൽക്കുന്നേ? വിസ്മയ എത്തിയില്ല ഇതുവരെ. അവള് വൈദ്യരുടെ അടുത്ത് നിന്ന് ഇറങ്ങാൻ വൈകിട്ടുണ്ടാവും. കുറെ ദിവസം കഴിഞ്ഞിട്ട് വിനയനെ കാണാൻ പോയതല്ലേ? ഞാനും ചെല്ലാന്ന് പറഞ്ഞതാ. ടെക്സ്റ്റൈൽസിലെ സ്റ്റോക്ക് നോക്കി കഴിഞ്ഞപ്പോ വൈകി. നേരെ ഇങ്ങോട്ട് പോന്നു. അത് നന്നായി. നിനക്കിപ്പോ അങ്ങനെ ഓടി നടക്കാൻ പറ്റിയ സമയമൊന്നും അല്ല. വാ, വന്ന് വയറ് കായാതെ സമയത്ത് ഭക്ഷണം കഴിക്ക. വിശപ്പായിട്ടില്ല. വിസ്മയം കൂടി വന്നോട്ടെ. മുമ്പ് വിനയനും ഇങ്ങനെയായിരുന്നു. ഒരു നേരത്താ വന്ന് കയറുന്നത്. ഇപ്പോ വിസ്മയെ അങ്ങനെയായി. അല്ലെങ്കിലും വീടും കാര്യങ്ങളും നോക്കുന്ന ആൾക്കാർക്ക് രാവും പകലും ചിന്തിക്കാൻ എവിടാ നേരം? മുത്തശ്ശി പോയി കിടന്നോ? ഞാൻ വിസ്മയ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ. അവള് വരാതെ ഞങ്ങൾക്ക് കണ്ണടയില്ല. ഏതായാലും മാഷിന് മരുന്ന് കഴിക്കാൻ സമയമായി. ഞാൻ പോയി എടുത്തു കൊടുക്കട്ടെ. ഏട്ടത്തി എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? ടെക്സ്റ്റൈൽസിൽ നിന്ന് ഏട്ടത്തി വിനേട്ടന്റെ അടുത്തേക്ക് വന്നാലോ എന്ന് കരുതി ഞാൻ കുറെ നേരം നോക്കിയിരുന്നു. വരണോന്ന് കരുതിയതാ. കിഡ് സെക്ഷനിൽ കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ ലേറ്റായി. നേരെ ഇങ്ങോട്ട് പോന്നു. അത് സാരമില്ല. വാ, അകത്തു പോ. ഇവിടെ തനിച്ചിരുന്ന് വേറെ ഓരോന്നും ചിന്തിച്ചു കൂട്ടണ്ട. ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. വീണയും വിമലയും പറയുന്നത് പോലെ ഞാൻ ഈ വീട്ടിൽ കാലുത്തിയപ്പോ തുടങ്ങിയതല്ലേ ഇവിടുത്തെ പ്രശ്നങ്ങള്. ഒന്നല്ലല്ലോ, ഒന്നിനു പിറകെ ഒന്നായി സംഭവങ്ങളുടെ ഘോഷയാത്രയല്ലേ കടന്നുപോയത്. എന്നിട്ടും തീർന്നില്ല. വിനയേട്ടൻ കിടക്കുന്ന കിടപ്പ് നീ പോയി കണ്ടതല്ലേ? അതിന് ഏട്ടത്തി അല്ലല്ലോ കാരണക്കാരി. അലക്സിയുടെ ബാധ്യത ഏട്ടത്തി ഉണ്ടാക്കിയതല്ല. വിമലേച്ചിയുടെ കല്യാണം മുടങ്ങിയത് ഏട്ടത്തി കാരണമല്ല. വിനയേട്ടന് അപകടം പറ്റിയതിനും ഏട്ടത്തി കാരണമാവുന്നില്ല. പിന്നെന്തിനാ അതൊക്കെ ചിന്തിച്ച് സ്വന്തം സമാധാനം ഇല്ലാതാക്കുന്നെ? മാത്രമല്ല, ഏട്ടത്തി ഇപ്പൊ തനിച്ചല്ല. ഉള്ളിലൊരു കുഞ്ഞുണ്ടെന്ന് കൂടി ഓർക്കണം എപ്പോഴും. ആ ഓർമ്മയാ ഇപ്പൊ എന്റെ വേദന. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയാലോ എന്നാ ഞാനിപ്പോ ആലോചിക്കുന്നു. ഏട്ടത്തി സത്യോ, നീ അന്ന് ഞങ്ങളുടെ കല്യാണത്തിനെതിരെ നിന്നപ്പോ വിനയേട്ടൻ എന്നോട് കെഞ്ചി പറഞ്ഞതാ ഇപ്പൊ ഇത് വേണ്ട, ഒഴിവാക്കാന്ന്. എന്റെ പൊട്ട ബുദ്ധിക്ക് അന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ ഞാനത് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. അതിനൊക്കെ ഇപ്പൊ എന്താ ഉണ്ടായത്? എന്താ ഇനി ഉണ്ടാവാനുള്ളത്? വിമലയും വീണയും പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ?
എന്റെ ബന്ധുക്കൾ തന്നെ എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? ഇതിന്റെ പേരിൽ എന്തൊക്കെ പഴി ഞാൻ കേട്ടു. നിനക്കോ മുത്തശ്ശനോ മുത്തശ്ശിക്കോ എത്ര കാലം എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന? വിമലേച്ചിയും വീണയും ഒക്കെ കഥയില്ലാത്തവരാ. അവര് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. എനിക്കങ്ങനെ കരുതാൻ പറ്റുമോ വിസ്മയ? മാത്രമല്ല, വിനയേട്ടൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ എന്റെ ഗതികേടുകൾക്കിടയിൽ ഒരു കുഞ്ഞിനെയും കൂടെ പങ്കാളിയാക്കണോ ഞാൻ? ഇപ്പോഴുള്ള അവസ്ഥ തുടർന്ന നാളെ ഈ വീട്ടിലെ വിനയേട്ടന് ഞാൻ ഒരു അധികപ്പറ്റാവുമെന്നുള്ളത് ഉറപ്പാ. ഇപ്പൊ തന്നെ കേൾക്കാനുള്ളതിന്റെ അങ്ങേയറ്റം ഞാൻ കേട്ട് കഴിഞ്ഞു. എന്റെ കുഞ്ഞും കൂടി അതിനിടയിൽ വന്ന അതിനും പഴി കേൾക്കേണ്ടി വരുമെന്ന് തീർച്ച. അതിന്റെ തലവട്ടം കണ്ടപ്പോ ഉണ്ടായ ദുരന്തങ്ങളുടെ കഥ കേട്ട് വേണ്ടി വരും അതും വളരെ. അങ്ങനെയൊക്കെ നോക്കിയാ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ ഏട്ടത്തി? ഏട്ടത്തിയുടെ കൂടെ നിൽക്കാത്തവരെ അവരുടെ വഴിക്കങ്ങ് വിട്ടേക്ക്. ഞങ്ങളൊക്കെ ഇല്ലേ ഏട്ടത്തിയുടെ കൂടെ? മാത്രമല്ല, ഇതേ വിനേട്ടന്റെയും കൂടി വീടല്ലേ. ടെക്സ്റ്റൈൽസ് നോക്കി നടത്തേണ്ടത് ഏട്ടത്തിയല്ലേ? അങ്ങനെയൊക്കെ ഒരു പ്രത്യാശ എന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. അവകാശം എണ്ണി പറയാൻ നിൽക്കുന്നവരുടെ മുന്നിൽ ഇപ്പൊ തന്നെ വയറ്റിൽ വളരുന്നത് വിനയേട്ടന്റെ കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ട ഗതികേടില്ല ഞാൻ. വായിട്ടലച്ചും പോരിട്ടും നേടേണ്ട ഒരു സ്വത്തും അവകാശവും എനിക്ക് വേണ്ട വിസ്മയ. പറക്കമുറ്റാറായ പ്രായത്തില് അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ട് അമ്മാവനും അമ്മായിക്കും ബാധ്യതയായവളാ ഞാൻ. വിനയേട്ടന്റെ നല്ല 4 വാക്ക്, ഒരു ചിരി, ഒരു ചേർത്ത് പിടിക്കല്, ഇത് മാത്രം എനിക്ക് എന്റെ ജീവിതത്തിൽ ആകെ കിട്ടിയ സന്തോഷം. അതും ദൈവമായിട്ട് ഇല്ലാതാക്കി. ഇനി ഒരാൾക്കും ബാധ്യതയാവാൻ ഞാനും എന്റെ വിനയേട്ടനെ നിന്ന് തരില്ല. മുന്നോട്ട് പോവാൻ ഒരു വഴിയില്ലാതെ ഗതിമുട്ടുമ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയാം. മനസ്സ് കൈവിട്ടു പോകുന്നൊരവസരത്തില് ഞാൻ എന്തെങ്കിലും ഒരു അവിവേകം ചെയ്തു പോയാൽ നീ എന്നോടും കുഞ്ഞിനോടും ക്ഷമിക്കണം. എന്നെക്കാളും വിനയേട്ടനെക്കാളും ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയത് നീയാ. അതിന്റെ നന്ദി എനിക്ക് എന്നും ഉണ്ടാവും, എന്നും. എന്തു പറ്റി? കുറെ നേരമല്ലോ ഫോണിൽ പിടിച്ചോളി നിൽപ്പ്. ആരെ വിളിക്കുന്നത്? അജയ് ഘോഷിനെയാണോ? അതെ, ഞാൻ കുറെ നേരമായിട്ട് ശ്രമിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. അവ US-ലാവും. ഉറക്കത്തിലാണെങ്കിലോ? ഈ നേരത്തെ എന്തോ ഉറക്കം? അല്ലെങ്കിൽ തന്നെ 2 മണിക്കൂറായി ഞാൻ വിളിക്കുന്നു. ഇവിടെ രാവിലെ 7:30 പറഞ്ഞാൽ അവിടെ രാത്രി 10 ആവുന്നതേ ഉള്ളൂ. എങ്കിൽ അവൻ എന്തെങ്കിലും തിരക്കിലാവും. തിരിച്ചു വിളിക്കട്ടെ? ഇല്ല, തിരിച്ചു വിളിക്കില്ല. ഞാൻ വീട്ടിൽ നിന്ന് പോന്നതിന് ശേഷം വിളിക്കുമ്പോ കിട്ടി അത്രേ ഉള്ളൂ. തിരിച്ചു വിളി പതിവില്ല. അതെങ്കിലും ഉണ്ടല്ലോ. അവനൊരു മര്യാദക്കാരനായതുകൊണ്ടാവും. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ നമ്പരും ബ്ലോക്ക് ചെയ്ത് വെച്ച് എന്റെ പണി നോക്കിപ്പോയനെ. മതി, അച്ഛൻ ഇനി അതിന്റെ പേരില് അജിയെ വാഴ്ത്തപ്പെട്ടവനാക്കണ്ട. ഇതിൽ വാഴ്ത്തപ്പെട്ടവൻ പുകഴ്ത്തപ്പെട്ടവനൊന്നും ഇല്ല മോളെ. ഇത്രയൊക്കെ ആയിട്ടും അവനെ ഒരു വാക്കുകൊണ്ടുവരെ ഞാൻ കുറ്റം പറയില്ല. എന്താ കാരണമെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. സംഗതി നിന്റെ ജീവിതം നിന്റെ തീരുമാനമാണ്, നിന്റെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് എല്ലാ കാര്യത്തിലും നിനക്കൊപ്പം ഞാൻ നിൽക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആവും. അതുകൊണ്ട് മറുവശത്തെ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ ഞാൻ കണ്ണടക്കില്ല. അജയ് ഘോഷ് വളരെ നല്ലവനാ. ഐ നോ ദാറ്റ്. അത്രയും നല്ലവനായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അച്ഛനോട് ചോദിച്ചു ഇതുവരെ? ഇല്ലല്ലോ, ഒന്നും വിളിച്ചിട്ട് പോലുമില്ല ഈ നേരം വരെ. ഇല്ല, വിളിച്ചിട്ടില്ല. അതും ഒരു മര്യാദയാണ്. അവൻ വിളിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്നേ വരെ നിന്നെപ്പറ്റി ഒരു വാക്ക് മര്യാദ കേട്ട് അവൻ പറഞ്ഞിട്ടുമില്ല. എന്നെ ബഹുമാനിക്കുന്നതിന്റെ മര്യാദയാണത്.
എൻ്റെ പേരിൽ കുറ്റമില്ലെന്ന് അവനറിയാം. പകരം ഞാനാണ് കുറ്റക്കാരനെങ്കിൽ അവൻ എന്നെ വിളിച്ചേനെ. അല്ലാതെ എന്റെ പേരിൽ പറയാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് അച്ഛൻ എന്താ ചിന്തിക്കാത്തത്? അത് വളരെ സിമ്പിളാണ്. നിങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ നിന്റെ ഭാഗത്ത് നിറയെ തെറ്റുണ്ടെന്ന് നിന്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ എനിക്കറിയാം. അപ്പോൾ അവന് പറയാനാണെങ്കിൽ പറയാൻ എത്ര കാണുമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഓ, അച്ഛനപ്പോ പൂർണ്ണമായി അവരുടെ സൈഡാണല്ലേ? ഞാൻ ആരുടെയും സൈഡൊന്നുമല്ല. ഈ കാര്യത്തിൽ നടുക്ക് നിൽക്കുന്നവനാ. മുൻപേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, വേണ്ടെങ്കിൽ വേണ്ട, ഡിവോഴ്സ് ചെയ്ത് അവനെ അവൻ്റെ വഴിക്ക് ജീവിക്കാൻ വിട്. എന്നിട്ട് നീ ഇപ്പോഴും അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് എന്താണ് അതിൻ്റെ ആവശ്യം? അതാ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എനിക്ക് ഇന്നലെ ഒരു കോൾ വന്നിരുന്നു, ഒരു അനോണിമസ് കോൾ. ആളാരാണെന്ന് വ്യക്തമല്ല. എന്ത് കോള്? അത് അനോണിമസ് ആണെന്ന് തോന്നാൻ കാരണമെന്താ? പറയാം. ഞാൻ ആരാണെന്നുള്ളത് പ്രധാനമല്ല. മറ്റൊരു പ്രധാന കാര്യം അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. എന്ത് കാര്യം? നിങ്ങൾ ആരാ? അത് പറയൂ ആദ്യം. ഇന്ത്യവരത്തിൽ നിങ്ങൾക്ക് പകരക്കാരെ ഒരുക്കാൻ അണിയറ നീക്കങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു കുഞ്ഞിനെ നേടാൻ കോടികൾ ഇറക്കുകയാണ് അവിടുത്തെ സ്ത്രീകൾ. ശരി, ഓക്കെ. നിനക്കത് ആരാണെന്ന് വല്ലതും മനസ്സിലായി? എങ്ങനെ ചിന്തിച്ചിട്ടും എനിക്ക് ആ ശബ്ദം ആരുടേതാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ കേട്ട് പരിചയമുണ്ട്, അത് ഉറപ്പാ. ശരി, ആയിക്കോട്ടെ. എന്തുകൊണ്ട് ആ കോൾ നിനക്ക് തന്നെ വന്നെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു. കാരണം വ്യക്തമല്ല. ബട്ട് എനിക്കിപ്പോ ആവശ്യമുള്ള ഡേറ്റയാണ് അവരിപ്പോ തന്നത്. എങ്കിൽ ഉറപ്പിച്ചു. നീയും മഹേശ്വരിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നന്നായി അറിയാവുന്ന, നിന്നെ അറിയാവുന്ന, നിനക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് നിന്നെ വിളിച്ചത്. ക്യാൻ ബി. ശരിയായിരിക്കും. ആയിരിക്കുമെന്നല്ല, ശരി മാത്രമാണത്. കാരണം നിന്നോട് അവർ പറഞ്ഞത് നീ അത് അറിയണമെന്നതുകൊണ്ടാണ്. എന്ന് വെച്ചത് നിന്റെ നല്ലതിനാവണമെന്നില്ല. മറിച്ച് നീ അറിയുന്നതിൻ്റെയും നിന്റെ പ്രതികരണത്തിൻ്റെയും ഗുണഭോക്താവ് അവരുകൂടി ആയതുകൊണ്ടാണ്. അത് ശരിയാണ് അച്ഛാ, എനിക്കും തോന്നിയത് അത്. എന്നാൽ ഒന്നുകൂടി നീ മനസ്സിലാക്കിക്കോ. നീ ഇതറിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് മഹേശ്വരിയാണെന്ന് അറിഞ്ഞിട്ടും നിന്നോട് തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞെങ്കിൽ അത് മഹേശ്വരിയുടെ ശത്രുവശത്തുള്ള ഒരാളാണെന്ന് ഉറപ്പല്ലേ? ഇത്രയൊന്ന് മനസ്സിൽ വെച്ച് നീ ചിന്തിച്ചാൽ മതി. നിനക്കതാരാണെന്ന് എളുപ്പം കണ്ടെത്താൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്ക് അതാരാണെന്ന്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ ആ ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ 80,000 ചെക്ക് കളക്ഷൻ അയച്ചോ? അയച്ചു സർ. അത് കളക്ഷനായി വന്നിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ട് അയച്ചേ? ഞാൻ അത് പെൻഡിങ് വെക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? അത് എന്റെ കെയർ ഓഫിലുള്ള ക്ലയന്റ് ആണെന്ന് അറിയാവുന്നതല്ലേ? തനിക്കൊന്നൊരു ഉത്തരവാദിത്തമില്ലടോ. താനൊക്കെ എന്തിനാണ് ഇവിടെ മാനേജറായിട്ട് നിൽക്കുന്നത്? എന്താ കാര്യം? ആ പെൻഡിങ് ചെയ്ത കളക്ഷന്റെ കാര്യമാണ് ചോദിക്കുന്നത്. സാർ, 6 മാസമായി പെൻഡിങ്ങിലുള്ള എല്ലാ ചെക്കും ക്ലിയർ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടാണ് കളക്ഷൻ വിട്ടത്. ബാക്കിയുള്ളത് വിട്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇവരെന്റെ ക്ലയന്റ് ആണെന്ന് ഇവിടെ ആർക്കും അറിയാത്തത്? കഴിഞ്ഞ 4 വർഷമായി ഇതല്ലാതെ വേറെ ഒന്നും അവരുടെ പെൻഡിങ്ങിലില്ലല്ലോ. എന്നോട് പറയാതെ വിട്ടപ്പോ അവര് വേറെ ആവശ്യത്തിന് വെച്ചിരുന്ന കാശാ അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോയത്. എനിക്കത് എത്ര വലിയ കുറച്ചിലാണെന്ന് തനിക്കറിയാമോ? സാർ, അത് 4 മാസം മുമ്പ് തന്ന ഡേറ്റഡ് ചെക്കാ. ഇനി എത്രാന്ന് വെച്ചാ മാറ്റി പറയുന്നത്? ഇർഷാദിക്ക, ஒரு நிமிஷம் நில்லுங்க. நியூ ஸ்டாக் அரேஞ்ச் பண்ணுறதுக்கு கேஷ் அவசியம் வந்தது. இதுக்குமே வேற எதுவுமே வழி இல்லையே. விஸ்மயோட கேட்ட டைமில் அக்கௌண்ட் எல்லாமே பார்த்து அவர் தான் சொன்னது, பெண்டிங் ஃபண்ட் ஏதாவது கிடைச்சேன்னா எல்லாமே டாலி ஆயிடும்.
அதுதான் ஓல்டு ஃபண்ட் எல்லாமே கலெக்ஷன் விட்டது தப்பா நினைக்காதீங்க. എന്നോട് ചോദിക്കാതെ വിട്ടതിന്റെ പേരില് അവരുടെ മുന്നിൽ ഞാനാണ് നാണം കെട്ടത്. ഇതുപോലെയുള്ള കുറച്ച് ക്ലയൻസാ ഈ സ്ഥാപനത്തെ പിടിച്ചു നിർത്തുന്നത്. தெரியும், அது எல்லாமே தெரியும். அவரு நல்ல கிளையண்ட் தான். ஆனா கலெக்ஷன் விட்ட டைம்ல அவரை கூப்பிட்டு இருந்தேன். ஆனா ഫോൺ கிடைக்கல. എത്രാന്ന് വെച്ചാ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? 4 മാസം സമയം കൊടുത്തില്ലേ സാർ? അത് 4 മാസം പിടിച്ചു വെക്കണോ 6 മാസം പിടിച്ചു വെക്കണോ അതോ എഴുതി തള്ളണോ എന്ന് താനല്ല തീരുമാനിക്കേണ്ടത്.